നമസ്കാരം എല്ലാ TCU പ്രേക്ഷകർക്കും മോർ ദാൻ ബിസിനസ്സിലേക്ക് സ്വാഗതം. മോർ ദാൻ ബിസിനസ്സിൽ ഇന്ന് നമ്മളുള്ളത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജോവൽ റോക്ക് ഹയർ പർച്ചേസിംഗ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ്. All Kerala Non-Banking Financial Companies Association State General Secretary, All Kerala Chitti Foremen's Association Organization Secretary, Jewel Rock and Wincoast Group of Companies MD KV ശിവകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഞാൻ ഓൾ കേരള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ ഓൾ കേരള ചിട്ടി ഫോർമാൻസ് അസോസിയേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറിയും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ അവരുടെ ലളിതമായ ആവശ്യങ്ങൾക്ക്, വ്യാപാര ആവശ്യങ്ങൾ, നിക്ഷേപ ആവശ്യങ്ങൾ, അങ്ങനെ ജനങ്ങളുമായി, സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സ് എന്നുള്ള നിലയിലുള്ള രണ്ട് സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ പ്രസക്തിയും ഒപ്പം കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ചിട്ടി സ്ഥാപനങ്ങളുടെ പ്രസക്തിയെയും കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അഥവാ NBFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ ഏകദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച 9,000-ത്തിലധികം വരുന്ന സ്ഥാപനങ്ങളുണ്ട്. അത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ ഒരു വലുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അഭിമാനകരമായി പറയാവുന്ന ഇന്ത്യയിലെ തന്നെ വലിയ രണ്ട് പ്രസ്ഥാനങ്ങൾ കേരളത്തിലാണുള്ളത്. ഒന്ന് മുത്തൂറ്റ് ആണ്, ഒന്ന് മണപ്പുറമാണ്. ഇതൊക്കെ സാധാരണ ആളുകൾക്ക് സുപരിചിതമായ പേരുകളാണ്. അതുപോലെ തന്നെ ഉള്ള അതേ ലൈസൻസിങ് അതോറിറ്റിയിൽ കീഴിൽ വരുന്ന ഒരുപാട് ചെറുകിട നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അത് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് എളുപ്പത്തിൽ അവരുടെ വായ്പകൾ ലഭ്യമാകുന്നതിന്, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വർണ്ണ വായ്പയിലാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തികളിൽ സ്വർണ്ണമിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതിൽ തന്നെ കേരളത്തിൻ്റെ ജനങ്ങളുടെ സ്വർണത്തിനോടുള്ള കരുതൽ, ശേഖരം എന്നുള്ള നിലയ്ക്കെടുത്താൽ വ്യക്തിഗതമായിട്ടുള്ള കരുതൽ ശേഖരം ഒരുപാട് ഉണ്ട്. ഇത് കാണിക്കുന്നൊരു കാര്യം, സ്വർണം വീട്ടിലിരിക്കുന്ന സ്വർണത്തിനെ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴാണ് ആ പണം മാർക്കറ്റിൽ വിനിയോഗം ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ആ പണത്തെ കമ്പോളത്തിലെത്തിച്ചുകൊണ്ട് ആ പണം കമ്പോളത്തിൽ ചക്രീകരിക്കപ്പെടുമ്പോഴാണ് അത് തിരിഞ്ഞും മറിഞ്ഞും കമ്പോളത്തിലിറങ്ങുമ്പോഴുണ്ടാകുന്ന വ്യാപാര മേഖലയിലൊക്കെ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അതിനേക്കാൾ ഉപരി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് ഒരാവശ്യം പണത്തിനെ സംബന്ധിച്ച് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു മേഖല ഇത്തരത്തിൽപ്പെട്ട ധനകാര്യ പ്രസ്ഥാനങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ പ്രസക്തി. ഇന്ത്യയിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് രൂപം കൊടുക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ ബാങ്കുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സഹായങ്ങൾ ഗ്രാമീണ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് രൂപം കൊടുത്തത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏകദേശം 135 കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് ഏകദേശം 60-ൽ താഴെ അല്ലെങ്കിൽ 70-ൽ താഴെയാണ് ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളായിട്ട് ഉള്ളത്. എന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കാൾ ഒരുപാട് ജനസംഖ്യയുടെ അനുപാതം കുറവുള്ള അമേരിക്കയിൽ പോലും 5000-ത്തിലധികം വരുന്ന ബാങ്കുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലേക്ക്, സാധാരണക്കാരിലേക്ക് പ്രാപ്യമാകുന്ന ധനകാര്യ മേഖല പ്രസ്ഥാനം എന്നുള്ളതാണ്
ഇത്തരത്തിലുള്ള NBFC കമ്പനികളുടെ പ്രസക്തി. ഇതാണ് ആമുഖമായി ഈ മേഖലയുടെ പ്രസക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകൾക്ക് അവരവർക്ക് കിട്ടുന്ന ഈ സ്ഥാപനങ്ങളിൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ വരുമ്പോൾ അവരുടെ സേവനം എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭ്യമാകും? ഇപ്പോൾ ഗോൾഡ് ലോൺ ആയിക്കോട്ടെ, സ്വകാര്യ പേഴ്സണൽ വായ്പകളോ അല്ലെങ്കിൽ ചെറുകിട വ്യാപാര വായ്പ എന്തുമാകട്ടെ, RBI പറയുന്നു കൃത്യമായി ആ വരുന്ന കസ്റ്റമറോട് എന്താണ് ഇവിടുത്തെ പലിശ, എന്തൊക്കെയാണ് നിങ്ങളെടുക്കുന്ന മറ്റു ചെലവുകളെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി ആ കസ്റ്റമറുടെ അനുവാദത്തിലും അനുമതിയിലും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം വ്യാപാരം ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ എന്നുള്ള പ്രസക്തമായ ഒരു കാര്യം കൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ വരുന്ന ഓരോ കസ്റ്റമറോടും ഞങ്ങളുടെ സ്ഥാപനത്തിലെ വായ്പയുടെ പലിശ ഇന്നതാണ്, ഇത്ര ദിവസം കഴിയുമ്പോൾ ഇത് കൂടും, അതിങ്ങനെ വന്നാൽ ഇങ്ങനെ, അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഗോൾഡ് വായ്പയായാലും മറ്റു വായ്പകളാണെങ്കിലും അതിൻ്റെ വായ്പയുടെ അപേക്ഷാപത്രത്തിൽ മലയാളത്തിൽ, വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയും, RBI പറയുന്നു കേരളത്തിലാണെങ്കിൽ മലയാളത്തിലാവണം, അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷയിൽ പ്രിൻ്റ് ചെയ്ത ഫോം വായിച്ച് കേൾപ്പിച്ചിട്ട് വേണം ആ കസ്റ്റമറെ അവർക്ക്, എന്നിട്ട് അത് സ്വീകാര്യമാണെങ്കിൽ മാത്രമാണ് ആ വായ്പ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് RBI പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഒരു പരിധിയിലധികം അത് തന്നെയാണ് ശ്രമിക്കുന്നത്. കാരണം ആളുകൾ അനാവശ്യമായ ചതിക്കുഴിയിൽ വീഴാൻ പോകരുത്. അതിന് ഇടവരുത്തുന്നത് ഈ ഇൻഡസ്ട്രിയുടെ ശരിയായ വളർച്ചയിലെ ദോഷം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഓടി വരുമ്പോഴേക്കും വായ്പ കൊടുക്കുന്ന രീതി, ഓടി വരുമ്പോഴേക്കും നിക്ഷേപം സ്വീകരിക്കുന്ന രീതി, ഇങ്ങനെ ഉള്ള അശാസ്ത്രീയമായ പ്രവണത പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഒരു നിക്ഷേപം എന്ന് പറയുന്നത് നോൺ ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ കമ്പനികൾക്ക് നിക്ഷേപം സ്വീകരിക്കുന്നത് കടപ്പത്രമായിട്ടോ ഷെയർ സർട്ടിഫിക്കറ്റായിട്ടോ ഒക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ ഈ സമയത്ത് ഇത് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ചതിക്കപ്പെടുന്നു, ഓൺലൈൻ ട്രേഡിങ്ങിൽ ചതിക്കപ്പെടുന്നു, ഓഹരി കമ്പോളങ്ങളിൽ ചതിക്കപ്പെടുന്നു, ചിട്ടിയെടുത്തിട്ട് കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചതിക്കൽ, കാരണം ഒരുപാട് ചതിയിൽ ആളുകൾ വീഴുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിക്ഷേപകർ ആ നിക്ഷേപം കൊണ്ടുവരുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു വളരെ എത്രമാത്രം പ്രസക്തിയുള്ളൊരു കാര്യമാണെന്നോ ആ കാര്യമാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്ഥാപനം ഏറ്റെടുക്കുന്നത്. കാരണം ആ നിക്ഷേപം കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ സത്യസന്ധത, അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സുതാര്യത, ചെയ്യുന്ന ബിസിനസ്സിൻ്റെ റിസ്ക് ഫാക്ടർ, അങ്ങനെ ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ലൈസൻസിങ് സമ്പ്രദായം, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണോ, അതോ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിലുള്ളതാണോ, ഇനി മറ്റു കമ്പനികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ സഹകരണ ബാങ്കുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ്റെ കീഴിൽ കൃത്യമായി പ്രവർത്തിക്കുന്നതാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായതിനു ശേഷം വേണം ഓരോ നിക്ഷേപകനും ഏത് സ്ഥാപനത്തിലും അവരുടെ നിക്ഷേപം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴും. ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം, ആയിരങ്ങളിൽ ഒന്നോ രണ്ടോ പേർ ഇത് ചെയ്യുമ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള പേരുദോഷത്തിന് ഇത് വഴിവെക്കും. ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, സഹകരണ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഗ്രാമീണ മേഖലയിലെ ഒരു കരുത്തുറ്റ പ്രസ്ഥാനം വേണമെങ്കിൽ പറയാവുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ ചുരുക്കം ചില കമ്പനികളിൽ ഉണ്ടായ തെറ്റായ പ്രവണത ആ സഹകരണ പ്രസ്ഥാനത്തിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. അതുപോലെ തന്നെ ഒറ്റ വാക്കിൽ പറയുന്ന കേൾക്കാൻ ചിട്ടി സ്ഥാപനം തകർന്നു, പേപ്പറിൽ വാർത്തയാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചിട്ടി സ്ഥാപനം കേന്ദ്ര ചിട്ടി നിയമത്തിൻ്റെ കീഴിലുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കണം.
ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുറി കമ്പനിയാണോ എന്ന് പരിശോധിച്ചിട്ടാണോ കുറി ചേർന്നത് നോക്കണം. ഇതൊന്നും വരുന്ന കസ്റ്റമർ വരിക്കാരൻ ഒന്നും നോക്കാറില്ല. ഇതാണ് ചിട്ടിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ രണ്ട് എൻറ്റിറ്റിയും ഒരുമിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നിക്ഷേപത്തിൻ്റെ രീതിയിൽ വരുമ്പോഴും ഏതൊരു നിക്ഷേപകനും കുറി അല്ലെങ്കിൽ സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളിൽ വരുന്ന ആളുകളാണെങ്കിലും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടത് ആ സ്ഥാപനം ചെയ്യുന്ന പ്രവൃത്തി അത് സെക്യൂർഡായിട്ടുള്ള ലോണാണോ കൊടുക്കുന്നത്, എത്ര ശതമാനമാണ് സുരക്ഷിതമായ വായ്പ. ഏതാണ്ട് സുരക്ഷിതമായ വായ്പ? സ്വർണ്ണ വായ്പ. മറ്റു സുരക്ഷിതമല്ലാത്ത വായ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബശ്രീ പോലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന, സ്ത്രീകൾക്ക് കൊടുക്കുന്ന വായ്പ, ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുന്ന വായ്പ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോണുകൾ. ഇതാണ് അൺസെക്യൂർഡ് ലോൺ അഥവാ സുരക്ഷിതമല്ലാത്ത വായ്പ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ രണ്ട് സ്ഥാപനങ്ങൾ, അപ്പോൾ ജോൾ റോക്ക് ഗ്രൂപ്പാണെങ്കിലും വിൻകോസ്റ്റ് ഗ്രൂപ്പാണെങ്കിലും 70% സുരക്ഷിതമായ വായ്പകൾ മാത്രമേ കൊടുക്കൂ. അത് ഞങ്ങളുടെ പോളിസിയാണ്. 30% വായ്പയാണ് സുരക്ഷിതമല്ലാത്ത രീതിയിലും നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യം, മറ്റുള്ളവരിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ വായ്പ കൊടുക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നിക്ഷേപകന് നിക്ഷേപത്തിൻ്റെ ലാഭവിഹിതം, പലിശ അഥവാ ലാഭവിഹിതം കൊടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് ശമ്പളം, മറ്റു ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു എല്ലാ ചെലവുകളും മാനേജ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ NPA, കിട്ടാക്കടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്യാപാരമാണോ സ്ഥാപനം ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഓരോ നിക്ഷേപകനും, ചിട്ടിയിലാണെങ്കിൽ ഓരോ വരിക്കാരനും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കപ്പെട്ട് അവനവൻ്റെ പണം നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപം ഒരിക്കലും പാഴാവുകയില്ല, നേരത്തെ പറഞ്ഞ ചതിക്കുഴിയിൽ വീഴില്ല. ആ ബോധവൽക്കരണമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം വളരെ പ്രസക്തമായൊരു കാര്യം, അത്രമാത്രം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ, ഉയർന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ ലാഭേച്ഛ മോഹിച്ചുകൊണ്ടും വല്ലാത്ത ലാഭം കിട്ടും, വല്ലാത്ത പലിശ കിട്ടും എന്ന് മോഹിക്കപ്പെട്ട് ആ മോഹവലയത്തിൽ വീണ് ചതിയിൽ വീഴുന്നത്. തീർച്ചയായിട്ടും വളരെ തുച്ഛമായ ഏതെങ്കിലും ആയിരക്കണക്കിന് കമ്പനികൾ, ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് ചെയ്യുകയും അതിൽ വീഴുകയും ചെയ്യുന്ന കാര്യം, അത് പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കപ്പെടുമ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ പൊതുസത്ത, ഈ ഇൻഡസ്ട്രി ഈ സമൂഹത്തിന് നൽകുന്ന വലിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുകയോ കുറച്ച് കാണുകയോ ചെയ്യുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. ഇനി കേരളത്തിൻ്റെ പൈതൃകമായി കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ചിട്ടി പ്രസ്ഥാനത്തെക്കുറിച്ചും ചിട്ടി വ്യവസായത്തെക്കുറിച്ചും പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം കേരളത്തിലെ KSFEക്ക് രൂപം കൊടുക്കുന്നത് തൃശ്ശൂരിലെ സ്വകാര്യ ചിട്ടി മേഖലയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്ന് എനിക്ക് തോന്നുന്ന ശേഷൻ മന്ത്രിയായിരിക്കുമ്പോൾ, സെൻറ് തോമസ് കോളേജിലെ ധനകാര്യ വകുപ്പിൻ്റെ പ്രൊഫസറായിരുന്ന ശ്രീ ശേഷൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് KSFE എന്ന പൊതുമേഖലാ ചിട്ടി സ്ഥാപനത്തിന് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ ആസ്ഥാനവും തൃശ്ശൂരാണ്. അത് ഊർജ്ജം ഉൾക്കൊണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. 2012 കേന്ദ്ര ചിട്ടി നിയമം നിലവിൽ വരുന്നത്. അതിനുശേഷം ഇത്തിരിയും കൂടിയും ഈ മേഖല ഓർഗനൈസ്ഡായി. ആ ഓർഗനൈസ്ഡായിപ്പോൾ പണ്ട് വെറുതെ ഒരു നോട്ടീസ് അടിച്ച് ചിട്ടി തുടങ്ങാമെന്നുള്ള ഏറ്റവും ലഘൂകരിച്ച ഒരു പ്രവണത മാറി വളരെ ഓർഗനൈസ്ഡ് ആയിക്കൊണ്ട്, സുരക്ഷിതമായിക്കൊണ്ട്, വരിക്കാരൻ്റെ ആദ്യത്തെ മാസത്തെ അടവ്, ആദ്യത്തെ തവണയുടെ അടവ് ബാങ്കിൽ നിക്ഷേപിക്കുകയും ആ ചിട്ടി അവസാനിച്ചതിന് ശേഷം മാത്രം എല്ലാ വരിക്കാരനും പണം കിട്ടി ബോധിച്ചു എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം മാത്രമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു നിക്ഷേപവും വായ്പയുമാണ് ചിട്ടി സമ്പ്രദായം. ഞാനത് പറയാൻ കാരണം, ഒരേ സമയം ചിട്ടി എന്ന് പറയുന്നത് നിക്ഷേപമാണ്, അതേപോലെ തന്നെ വായ്പയുമാണ്. കാരണം നിക്ഷേപം എന്ന് പറയുന്നത്
ചിട്ടി വിളിക്കുന്ന ആളുകളുടെ കിഴിവ് മറ്റു ആ ചിട്ടിയിലെ അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വന്നാൽ അവർക്ക് ഏകദേശം ഒരു 10% വരെ നിക്ഷേപത്തിന് പലിശ കിട്ടുന്ന രീതിയിൽ ഏകദേശം എത്താം. 10 എന്ന് പറയുന്നത് 9-നും 10-നും ഇടയിൽ പലിശ കിട്ടാം. വായ്പ എന്നുള്ള രീതിയിൽ വിളിച്ചെടുത്ത ആൾക്കും ഈ കിഴിവ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരു 14% മുതൽ 16% ഒതുങ്ങുന്ന ഒരു വായ്പയായിട്ടും വേണമെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. ഈ സമ്പ്രദായം നമ്മളുടെ തൃശ്ശൂരിൻ്റെ പൈതൃകമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നെല്ലുകുറി, കല്യാണക്കുറി, ചങ്ങാതിക്കുറി, അങ്ങനെ ഒരുപാട് പേരിട്ട് വിളിച്ച ചെറിയ ചെറിയ കുറികളെ ക്രോഡീകരിച്ചുകൊണ്ടും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ചിട്ടി എന്ന് പറയുന്ന ബൃഹത്തായ ഒരു വ്യാപാര സംരംഭം രൂപം കൊണ്ടത്. തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിലെ ധനകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ചിട്ടി കമ്പനികൾ നൽകുന്ന സേവനം വളരെ വളരെ വലുതാണ് എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിട്ടിയിലും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മേഖല ഇനിയും ഇപ്പോൾ കൂടുതൽ വ്യാപാര മേഖലയ്ക്ക് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ മേഖലയെ കാണാതെ പോകരുത്. കാരണം ഈ മേഖല വളരുന്നത് കേരളത്തിലെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരുപാട് ഗുണകരമാകുമെന്ന കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് GST ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളുടെ ചിട്ടി വരിക്കാരൻ്റെ സേവനമായി കണക്കാക്കിക്കൊണ്ട് GST കൊടുക്കേണ്ട ഒരു മോശപ്പെട്ട അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ കേന്ദ്ര സർക്കാരിലും സ്റ്റേറ്റ് സർക്കാരിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 18% സേവന നികുതി വാങ്ങുന്നു. അത് അശാസ്ത്രീയമാണ്. കാരണം ഇത് ഒരു പാവപ്പെട്ടവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൈയിട്ട് വരുന്നതാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. കാരണം അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം പാവപ്പെട്ടവൻ്റെ ചെറിയ ചെറിയ സമ്പാദ്യശീലത്തെ അത് തടയിടാതിരിക്കാൻ ഈ GST ഒഴിവാക്കണമെന്നൊരു അഭ്യർത്ഥനയും കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോൾറോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അതിൽ പ്രത്യേകിച്ച് ജോൾറോക്ക് പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഏകദേശം കേരളത്തിലെ 5 ജില്ലകളിലും തമിഴ്നാട്ടിലെ 2 സ്ഥലത്തുമായിട്ട് ഇപ്പോൾ 25 ബ്രാഞ്ചുകൾ കൈകാര്യം ചെയ്യുന്നു. ഏകദേശം 100-125 വരുന്ന സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നു. ഗോൾഡ് ലോണാണ് 90% ചെയ്യുന്നത്. 10% മാത്രമാണ് ഗോൾഡ് ഇതര വായ്പകൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത 3 വർഷത്തിനുള്ളിൽ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ബ്രാഞ്ചുകളുമായി വിപുലീകരിക്കപ്പെടാനാണ് ഈ ഗ്രൂപ്പ്, ജോൾറോക്ക് ഗ്രൂപ്പ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നന്ദിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടി മാനേജിംഗ് ഡയറക്ടറാണ്. അതിൻ്റെ NBFC എന്ന് പറയുന്നത് കോസി കോർണർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആ സ്ഥാപനത്തിന് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം 27-ലധികം ബ്രാഞ്ചുകളും 150-ലധികം വരുന്ന സ്റ്റാഫുകളുമുണ്ട്. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 17 വർഷമായി തൃശ്ശൂരിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്ന ഒരു സ്ഥാപനമാണ്. അതിന് തന്നെ ചിട്ടി സ്ഥാപനമുണ്ട്, വിൻകോസ്റ്റ് ചിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ജോൾറോക്കിന് TJR ചിറ്റ്സ് എന്ന് പറഞ്ഞ ചിട്ടി കമ്പനിയുണ്ട്. ഇത് രണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 300-ലധികം വരുന്ന ജോലിക്കാരുള്ള ഒരു 2 സ്ഥാപനങ്ങളുടെ നേതൃത്വ പദവി വഹിക്കുന്നുണ്ട്. അതിൽ അഭിമാനകരമായി എനിക്ക് പറയാനുള്ളത് ഏകദേശം 80%-ലധികം ജോലി ചെയ്യുന്നവരും സ്ത്രീകളാണെന്നുള്ളതാണ്. അതൊരു അഭിമാനമായിട്ട് പറയാൻ പറ്റും. നാട്ടിലെ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരികൾക്ക് ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയായിട്ടും ഒരു നേട്ടമായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. സമൂഹത്തിന് ചെയ്യുന്ന ഒരു വലിയ നന്മയായിട്ട് കാണുകയാണ്. മോർ ദാൻ ബിസിനസ്സിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ജോൾറോക്ക് ഹയർ പർച്ചേസിംഗ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. മോർ ദാൻ ബിസിനസ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു ബിസിനസ് സംരംഭവുമായി കാണാം.